UDF കൺവെൻഷൻ പുരോഗമിക്കുകയാണ്. കെ.സി. വേണുഗോപാൽ അല്പസമയം മുൻപ് സംസാരിച്ചു. കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് അങ്ങോട്ടേക്ക് എത്തുകയാണ്. അദ്ദേഹത്തെ പ്രവർത്തകർ വേദിയിലേക്ക് എടുത്തുകൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിക്ക് അതിരൂക്ഷ വിമർശനം നടത്തുന്നു. ഒപ്പം തന്നെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹത്തിന്റെ വിമർശനമുണ്ട്. BJP-യെയും വിമർശിക്കുകയാണ്. ഈ പോരാട്ടം LDF-ഉം UDF-ഉം തമ്മിലുള്ളതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ 9 വർഷമായി നാട് അനുഭവിക്കുന്ന കെടുതികൾ, അതിന് പരിഹാരം തേടിയുള്ള യാത്രയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പെന്നാണ് അദ്ദേഹം പറയുന്നത്. ആര്യാടൻ ഷൗക്കത്താണ് ഇപ്പോൾ വേദിയിലേക്ക് എത്തുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഗവൺമെന്റ് കോളേജ് ഇന്നും വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കാൻ ആര്യാടൻ മുഹമ്മദ് നമുക്ക് അനുവദിച്ചു തന്ന TV അൻവറിനെ കുറിച്ച് അദ്ദേഹം ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇടയ്ക്ക് ഒരു തവണ അദ്ദേഹം പറഞ്ഞത് ഈ പോരാട്ടം LDF-ഉം UDF-ഉം തമ്മിലുള്ളതാണ് എന്ന് പറയുകയാണ്. അതിൽ വഴിതിരിച്ചു വിടാനുള്ള ശ്രമങ്ങൾ ചിലർ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ചതിപ്രയോഗം എന്ന മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പരാമർശത്തിലാണ് കെ.സി. വേണുഗോപാൽ തന്റെ പ്രസംഗം തുടങ്ങിയത്. അത് പറയാൻ ഏറ്റവും കൂടുതൽ അർഹൻ മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള പ്രസംഗമായിരുന്നു. ഈ സമാനതകളില്ലാതെ ദുരന്തം അവസാനിപ്പിക്കാൻ നമുക്കിതാ ഒരവസരം കൈവന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സാരഥി ആര്യാടൻ ഷൗക്കത്താണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ തേരാളി, നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ പ്രഗത്ഭനായ പാരമ്പര്യം തെളിയിച്ചിട്ടുള്ള ശ്രീ ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ നഗരസഭയുടെ ചെയർമാനായിക്കൊണ്ട് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച പ്രിയപ്പെട്ട ആര്യാടൻ ഷൗക്കത്ത് ദേശീയ പുരസ്കാരം നേടിയ നിരവധിയായ സിനിമകളുടെ തിരക്കഥാകൃത്ത് എന്ന നിലയിൽ സാംസ്കാരിക രംഗത്ത് കഴിവ് തെളിയിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ആര്യാടൻ ഷൗക്കത്ത് പ്രവർത്തകരുടെ ആവേശ തിരമാലയിലേറി ഈ സദസ്സിലേക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ആര്യാടൻ മുഹമ്മദ് എന്ന കുഞ്ഞാക്കയുടെ പൊന്നോമനപുത്രൻ ആര്യാടൻ ഷൗക്കത്ത് എന്ന വാപ്പുട്ടിയെ വിജയിപ്പിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തടിച്ചുകൂടിയിരിക്കുന്ന നൂറുകണക്കിന് ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാരുടെ ആവേശത്തേറിലേറി ശ്രീ ആര്യാടൻ ഷൗക്കത്ത് ഇതാ കടന്നു വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജൂൺ മാസം 19 നടക്കുന്ന നിർണായകമായ തിരഞ്ഞെടുപ്പിൽ തന്നെ ഒരു കൈ സഹായം നൽകി അനുഗ്രഹിക്കണമേ എന്ന് നിങ്ങളോട് കുപ്പകയോടെ അപേക്ഷിക്കുന്നതിനു വേണ്ടി തിരക്ക് പിടിച്ച ത്രിചരണ പ്രവർത്തനങ്ങൾക്ക് വിരാമം വിട്ടുകൊണ്ട് പ്രിയപ്പെട്ട ആര്യാടൻ ഷൗക്കത്ത് എന്ന അനാദൃശ്യ വൈഭവമാർന്ന പ്രതിഭാശാലി പത്തരമാറ്റിന്റെ പളുങ്കുമണി നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്ത് പ്രിയപ്പെട്ടവരെ ഈ വേദിയിലേക്ക് ആവേശ തിരമാല സൃഷ്ടിച്ചുകൊണ്ട് ഈ സദസ്സിലേക്ക് പ്രിയപ്പെട്ട നേതാക്കന്മാരുടെ എല്ലാ അനുഗ്രഹവും ആശീർവാദവും ഏറ്റുവാങ്ങി പ്രിയപ്പെട്ടവരെ കടന്നു വന്നിരിക്കുകയാണ്. ജൂൺ മാസം 19 നടക്കുന്നത് നമ്മളെ സംബന്ധിച്ച് കേവലം ഒരു തിരഞ്ഞെടുപ്പല്ല, ഇത് ജീവൻ മരണ പോരാട്ടമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ പോരാട്ടത്തിൽ നമ്മളുടെ പ്രതീക്ഷയായി പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നത് ശ്രീ ആര്യാടൻ പ്രിയപ്പെട്ട ശ്രീ ആര്യാടൻ ഷൗക്കത്താണ് മത്സരിക്കുന്നത്. ഏത് കൊമ്പനായാലും ഏത് കൊമ്പത്തെ വമ്പനായാലും ജയിക്കുന്നത് ആര്യാടൻ ഷൗക്കത്തായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ ഒറ്റക്കെട്ടായി, ഒരു കൈയായി, ഒരു മെയ്യായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ.